എന്താണ് ഇത്ര രൂക്ഷമായ 4/2024 സർക്കുലർ പിൻവലിക്കണം. അതുപോലെ തന്നെ അശാസ്ത്രീയമായിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം ഇവിടെ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിയാം. ഇങ്ങനൊരു ടെസ്റ്റിംഗ് സംവിധാനം നടക്കില്ല എന്ന്. നാളെ ഡ്രൈവിംഗ് സ്കൂളുകാരന്റെ അവസ്ഥ ഇതുപോലെ തന്നെയാണ്. ഇന്ന് ഞാൻ ജീവനോടെ പ്രതിഷേധിച്ച് കുഴിമാടത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ നാളെ ഞങ്ങളുടെ സഹപ്രവർത്തകര് ഇതുപോലെ മരണപ്പെട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശക്തമായിട്ടുള്ള തീരുമാനത്തിൽ ഈ തീരുമാനമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ എത്രമാത്രം പ്രതിസന്ധിയാണ് നിങ്ങളുടെ സ്കൂളുകൾക്ക് ഉണ്ടാക്കുന്നത്? പല ഡ്രൈവിംഗ് സ്കൂളിലും മുഴുവൻ പട്ടിണിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളുകാർ ഇവർക്ക് ഇവരുടെ വണ്ടികളുടെ ലോൺ, അതുപോലെ തന്നെ ഓഫീസിന്റെ വാടക, ഇതൊന്നും കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത്. പല ഡ്രൈവിംഗ് സ്കൂളുകാരും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ജീവനോടെ കിടക്കുന്നുണ്ടെങ്കിൽ നാളെ മരണപ്പെട്ട ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരൻ കുഴിമാടത്തിൽ കിടക്കേണ്ട അവസ്ഥ വരും. ഇപ്പോൾ സർക്കാർ ഇത് മുന്നോട്ട് പോകുക തന്നെയാണ്. പിൻവലിക്കുന്നില്ലെങ്കിൽ, ആ ഒരു തീരുമാനം, നിലവിലുള്ള തീരുമാനം പിൻവലിക്കുന്നില്ലെങ്കിൽ എന്താണ് അത്? ഇപ്പൊ ഏറ്റവും ശക്തമായ പ്രതിഷേധ രീതിയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റം വരാൻ ഏത് രീതിയിലുള്ള നിയമ നടപടി മറ്റേതെങ്കിലും കാര്യങ്ങൾ പോകാനുണ്ടോ? ഞങ്ങളുടെ സംഘടനകൾ കോടതിയിൽ പോയിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ കോടതി കേൾക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ രീതിയിലുള്ള ടെസ്റ്റിംഗ് സംവിധാനമായിട്ട് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. താങ്കൾ ഈ സംഘടനയുടെ നേതാവാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താ നിങ്ങളുടെ സംഘടനയുടെ നിലപാടാണ് ഈ വിഷയത്തിൽ? മറ്റു രീതിയിൽ ഞാൻ BMS എന്ന സംഘടന പ്രതിനിധാനം ചെയ്യുന്ന ഭാരവാഹിയാണ്. ഈ സമരം നടത്തുന്നത് AKMDSും DSOKയും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയും ആണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. ഞങ്ങൾ ശക്തമായിട്ടുള്ള സമര പരിപാടിയുമായിട്ട് ഇനിയും മുന്നോട്ട് പോകാനാണ് തീരുമാനം. എത്ര പേര് ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ? തൃശ്ശൂർ ജില്ലയിൽ ഒരു 2500ഓളം പേര് ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. 86 ഡ്രൈവിംഗ് സ്കൂളാണ് KL 08 തന്നെയുള്ളത്. KL 08 മാത്രം തന്നെ 86 ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. ഏതായാലും ഇത്തരം സമരങ്ങളുമായി പിന്നോട്ടില്ല. ഇല്ല, തീർച്ചയായിട്ടും പിന്നോട്ടില്ല. കാരണം അത് ഞങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല.